ഹായ് ഹലോ ഒളിമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്യുക. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം 2 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ഒരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. എന്നിട്ട് അതിലെന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ 10 ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ഓൺ പീഡിയോജെനസിസ് വിത്ത് റെഫറൻസ് ടു യൂറോകോഡേറ്റ യു ഹാവ് സ്റ്റഡി. നമ്മൾ പഠിച്ച ഒരു യൂറോകോഡേറ്റയുടെ ബേസിസിൽ പീഡിയോജെനസിസ്, എനിക്ക് തോന്നുന്നു അതിന് പറ്റിയ എക്സാമ്പിൾ ഓയ്ക്കോപ്ലൂറിയാണ്. ഓയ്ക്കോപ്ലൂറിയിൽ പീഡിയോജെനസിസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ, ഒന്നെങ്കിൽ അഡൽട്ടിൽ ലാർവൽ ക്യാരക്ടേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ നേരെ തിരിച്ചിട്ട് സെക്ഷൽ മെച്യൂരിറ്റി എത്തുന്നതിന് മുന്നേ, മീൻസ് കംപ്ലീറ്റ് ആയിട്ട് ഒരു അഡൽട്ട് ആവുന്നതിന് മുന്നേ എന്ത് നടത്താം, റീപ്രൊഡക്ഷൻ നടത്താം എന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു, പക്ഷേ നമ്മൾ പീഡിയോജെനസിസും നിയോട്ടണിയും മാറ്റി മാറ്റി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ടെക്സ്റ്റിൽ ചില ഭാഗത്ത് രണ്ടായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ മെൻഷൻ ചെയ്ത് കണ്ടത് ഈ ഒരു ഓയ്ക്കോപ്ലൂറയിലാണ്. ഈ ആൻസറിന് ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്താം. ഓക്കെ, അപ്പം ഈ ഒരു ഓയ്ക്കോപ്ലൂറ എഴുതാം. കാരണം നമ്മളോട് ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് ചോദിച്ചിട്ടുണ്ട് പീഡിയോജെനസിസിനെ പറ്റി എഴുതണം, പ്ലസ് അത് നമ്മൾ പഠിച്ചിട്ടുള്ളൊരു യൂറോകോഡേറ്റിനെ റെഫർ ചെയ്തിട്ടാവണം. നമുക്ക് എഴുതാം ഓയ്ക്കോപ്ലൂറ എഴുതാം. അത് നിയോട്ടോണിക് ആണ്. അത് പാർഷ്യൽ മെറ്റാമോർഫോസിസ് മാത്രം നടന്നതിന് ശേഷം, മീൻസ് ഒരു കംപ്ലീറ്റ് അഡൽട്ട് ആവാതെ പാർഷ്യൽ മെറ്റാമോർഫോസിസ് നടന്നതിന് ശേഷം അതെന്താവും, അത് എന്ത് ചെയ്യും, റീപ്രൊഡക്ഷൻ നടത്തും എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പീഡിയോജെനസിസ് എന്ന് എഴുതാം, ഓയ്ക്കോപ്ലൂറയുടെ കേസിൽ എങ്ങനെയാണെന്നും കൂടി എഴുതാം. അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ സജഷൻസ് എന്നെയും പറയാം. പിന്നെ നമ്മൾ ജസ്റ്റ് ഞാൻ നമ്മുടെ യൂറോകോഡേറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. യൂറോകോഡേറ്റയുടെ സാലിൻ ഫീച്ചേഴ്സ് ചോദിക്കാറുണ്ട്, അപ്പോൾ അത് നോക്കുക. എന്താ പറയുക, ടൂണിസിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് എടുത്ത് നോക്കുക. പിന്നെ ഈ ഒരു കേസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിച്ച് കാണാറ് എസിഡിയുടെ മോർഫോളജിയും കാണാറുണ്ട്, അതേപോലെ തന്നെ യൂറോകോഡേറ്റയുടെ ക്ലാസിഫിക്കേഷൻ. ഇത് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിച്ച് കാണുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 10 മാർക്ക് ക്വസ്റ്റ്യൻ വരെ ആയിട്ട് വന്നിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് യൂറോകോഡേറ്റ വിത്ത് എക്സാമ്പിൾ എന്നുള്ള ക്വസ്റ്റ്യൻ 10 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ എക്സാമ്പിൾസ് ഡോളിയോലത്തിൻ്റെ എന്ത് ചോദിക്കാറുണ്ട്, ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഓയ്ക്കോപ്ലൂറയുടെ അധികം ഈ ഒരു ക്വസ്റ്റ്യനാണ് കണ്ടിട്ടുള്ളത്. ഓയ്ക്കോപ്ലൂറയിൽ നിയോട്ടണീനെ പറ്റി പറയാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെഫാലോകോഡേറ്റയുടെ എഫിനിറ്റി ആണ്. യൂറോകോഡേറ്റ ആയിട്ട് സെഫാലോകോഡേറ്റയ്ക്കുള്ള എഫിനിറ്റി അത് സെഫാലോകോഡേറ്റയിലാണ് കേട്ടോ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സെഫാലോകോഡേറ്റയുടെ ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എഫിനിറ്റീസ് ആൻഡ് സിസ്റ്റമാറ്റിക് പൊസിഷൻ ഓഫ് ആംഫിയോക്സിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗം കാണാം. ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് എഫിനിറ്റീസ് വിത്ത് യൂറോകോഡേറ്റ. 2 പോയിൻ്റാണ് പറയുന്നത്. ആദ്യത്തേത് സിമിലാരിറ്റി ആണ് പറയുന്നത്. അതിൻ്റെ മേത്ത് ഒരുപാട് ഗിൽ സ്ലിറ്റ്സ് കാണാം, അതേപോലെ തന്നെ എൻഡോസ്റ്റൈൽ പ്രസൻ്റ് ആണ്, എപ്പിഫാരിഞ്ചൽ ഗ്രൂവ് ഉണ്ട്, പെരിഫാരിഞ്ചൽ ഗ്രൂവ് ഉണ്ട്, ആട്രിയം പ്രസൻ്റ് ആണ്. അതേപോലെ തന്നെ അതിൻ്റെ ഫീഡിങ് മോഡ് എന്ന് പറയുന്നത് സീലിയറി മോഡ് ഓഫ് ഫീഡിങ് ആണ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ എഫിനിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് നോട്ടോകോഡ് ആൻഡ് നെർവസ് സിസ്റ്റം ഇസ് സെയിം ഇൻ ബോത്ത്. 2 കേസിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോട്ടോകോഡും നെർവസ് സിസ്റ്റം ഫോം ചെയ്യുന്നത് ഒരേ രീതിയിലാണ് എന്നുള്ളതാണ്. പിന്നെ ഇനി അതിൻ്റെ ഒരു ഡിഫറൻസ് നമ്മൾ എഴുതാം, ഒരു ഡിഫറൻസും കൂടി എഴുതാം നമുക്ക്. ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൽ ആംഫിയോക്സിസ് യൂറോകോഡേറ്റയിൽ ഡിഫറെൻ്റ് ആവുന്നത് എങ്ങനെയാണ്, ഇതിൽ നെഫ്രീഡിയും മയോട്ടോംസിൻ്റെയും പ്രസൻസ് അനുസരിച്ചിട്ടാണ്. ഈ നെഫ്രീഡിയും മയോട്ടോംസും എന്തിൽ ആബ്സെൻ്റ് ആണ്, യൂറോകോഡേറ്റയിൽ ആബ്സെൻ്റ് ആണ്, സെഫാലോകോഡേറ്റയിൽ പ്രസൻറ്റ് ആണ് എന്നുള്ളൊരു പോയിന്റ് നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് ആയിട്ട് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ലങ്ഫിഷ് ആണ്. ഓസ്ട്രേലിയൻ ലങ്ഫിഷിനെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. നിയോസെറാത്തോഡസ് എന്നാണ് ഓസ്ട്രേലിയൻ ലങ്ഫിഷിനെ നമ്മൾ വിളിക്കുക. നമുക്ക് 3 ലങ്ഫിഷിനെ പറ്റി പഠിക്കാനായിരുന്നു. ഓർഡർ ഡിപ്നോയിൻ്റെ അടിയിൽ നമുക്ക് 3 ലങ്ഫിഷും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് സിലബസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയാണ്, പ്രോട്ടോടെറസ്, ലിബ്ഡോസൈറിൻ, നിയോസെറാത്തോഡസ്, അങ്ങനെ 3 എണ്ണത്തിനെ പറ്റി നമുക്ക് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 3 നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കുക. അത് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക്
ഏകദേശം ഓസ്ട്രേലിയൻ ലങ് ഫിഷിനെ പറ്റിയിട്ടുള്ള ഐഡിയ ക്ലിയർ കട്ടായിട്ട് കിട്ടും. ഓക്കെ, അത് വെച്ചിട്ട് എഴുതിയാൽ മതി. ഓസ്ട്രേലിയൻ ലങ് ഫിഷ് മാത്രമല്ല കേട്ടോ, ഇനി സൗത്ത് അമേരിക്കൻ ലങ് ഫിഷ് ചോദിച്ചാലും എഴുതണം, ആഫ്രിക്കൻ ലങ് ഫിഷ് ചോദിച്ചാലും എഴുതണം. അങ്ങനെ ആയതുകൊണ്ടാണ് ഞാനത് മൂന്നും കൂടി ഒരു വീഡിയോ ആയിട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മള്ളറ്റിൻ്റെ എയർ ബ്ലാഡറിനെ പറ്റിയിട്ടാണ്. എയർ ബ്ലാഡർ ഇൻ മള്ളറ്റ്. എയർ ബ്ലാഡറിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? ഗ്യാസ് ബ്ലാഡർ എന്നാണ്. അപ്പം എയർ ബ്ലാഡർ ടെക്സ്റ്റ് ബുക്കിൽ എവിടെയാണ് ഉള്ളതെന്ന് കൺഫ്യൂഷൻ വേണ്ട. റെസ്പിറേഷൻ്റെ മള്ളറ്റിൻ്റെ റെസ്പിറേഷൻ്റെ ഭാഗത്ത് ഗ്യാസ് ബ്ലാഡർ എന്നുള്ള ഹെഡിങ്ങിലാണ് ഉള്ളത്. ഇത് നമുക്ക് കാണാൻ പറ്റുന്നത് ബോഡി ക്യാവിറ്റീൻ്റെ പെരിറ്റോണിയത്തിൻ്റെ പുറത്തായിട്ടാണ്. ഇത് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള തിൻ വാൾഡ് ആയിട്ടുള്ള ഗ്യാസ് ഫിൽഡ് ആയിട്ടുള്ള ഡിസ്റ്റെൻസിബിൾ സാക്കാണ്. ക്ലോസ്ഡ് ആണ്, അതേപോലെ തന്നെ അതിന് വാൾ വളരെ തിന്നാണ്, ഗ്യാസ് ഫിൽഡ് ആയിരിക്കും. അതേപോലെ തന്നെ വാൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള വാളുള്ള ഒരു ബ്ലാഡറാണ് ഈ ഗ്യാസ് ബ്ലാഡർ അല്ലെങ്കിൽ എയർ ബ്ലാഡർ അല്ലെങ്കിൽ സ്വിം ബ്ലാഡർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇത് കാണുന്നത് ഇൻറ്റസ്റ്റൈന് ജസ്റ്റ് എബവും അതേപോലെ തന്നെ വേർട്ടിബ്രൽ കോളത്തിനും കിഡ്നിക്കും താഴെയായിട്ടുമാണ്. ഓക്കെ, ഈ ഒരു ഇമേജിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിൻ്റെ ഉള്ളിൽ കാണുന്നില്ല ഒരു വൈറ്റ് ഷെയ്ഡ്, അതാണ് എയർ ബ്ലാഡർ എന്ന് പറയുന്നത്. അത് ഇതിൽ നോക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാം. അതൊക്കെ കണ്ടോ, ഈ ഒരു വൈറ്റ് ആയിട്ട് കാണുന്നതാണ് നമ്മുടെ സ്വിം ബ്ലാഡർ എന്ന് പറയുന്ന സാധനം. അത് കണ്ടോ, കിഡ്നിക്ക് താഴെ ആയിട്ടാണ് കാണുന്നത്, എന്നാൽ ഇൻറ്റസ്റ്റൈന് ജസ്റ്റ് എബവ് ആയിട്ടുമാണ് നമുക്ക് അതിനെ കാണാൻ പറ്റുന്നത്. ഈ ഒരു വൈറ്റ് ഷെയ്ഡിൽ നിങ്ങൾ കണ്ടില്ല, അതാണ് എയർ ബ്ലാഡർ എന്ന് പറയുന്നത്. ഇതതിനെ കട്ട് ചെയ്ത് വെച്ചൊരു ഇമേജാണ്. ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് വെച്ചാൽ കിട്ടുന്ന ഇമേജാണ്. ഇത് കണ്ടോ, ഇതാണ് എയർ ബ്ലാഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വിം ബ്ലാഡർ എന്ന് വേണമെങ്കിൽ പറയാം. എയർ ബ്ലാഡർ, സ്വിം ബ്ലാഡർ എന്നൊക്കെ പറയാം. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഗ്യാസസിൻ്റെ മിക്സ്ചറാണ് ഉണ്ടാവുക. O2, NO2, CO2ൻ്റെ ഒക്കെ പല പ്രപ്പോർഷനിലുള്ള മിക്സ്ചേഴ്സാണ് കാണാൻ പറ്റുക. റിച്ച്ലി വാസ്കുലാർ ആണ്. ഇതുണ്ടാക്കിയിരിക്കുന്നത് എലാസ്റ്റിക് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ കൊണ്ടാണ്. ഓക്കെ, ഈ ഒരു ഗ്യാസ് ബ്ലാഡർ ഉണ്ടാവുന്നത് ഈസോഫാഗൽ വാളിൽ നിന്ന് വരുന്ന ഒരു ഡോർസോമീഡിയൻ ഗ്രോത്ത് കാരണമാണ്. ഇനീഷ്യലി ഇത് എന്തിനോട് കണക്റ്റഡ് ആയിരിക്കും? ഈസോഫാഗസിനോട് കണക്റ്റഡ് ആയിരിക്കും. ഒരു കുഞ്ഞ് ഡക്ട് ഉപയോഗിച്ച്, ന്യൂമാറ്റിക് ഡക്ട് എന്ന് പറയുന്ന ഡക്ട് ഉപയോഗിച്ചിട്ട് ഇത് ഇനീഷ്യലി ഈസോഫാഗസിനോട് കണക്റ്റഡ് ആയിരിക്കും. ലേറ്റർ ആ കണക്ഷനൊക്കെ ലോസ് ചെയ്തിട്ട് ഒരു ഐസൊലേറ്റഡ് ബ്ലാഡർ ആയിട്ട് മാറും, അല്ലെങ്കിൽ ഒരു ഐസൊലേറ്റഡ് ക്ലോസ്ഡ് ആയിട്ടുള്ള സാക്കായിട്ട് മാറും. ഈ ഒരു ക്ലോസ്ഡ് കണ്ടീഷനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? ഫൈസോക്ലൈസ്റ്റസ് കണ്ടീഷൻ എന്ന് വിളിക്കുന്നത്. ഫൈസോക്ലൈസ്റ്റസ് കണ്ടീഷൻ. ക്ലോസ്ഡ് ആയിട്ടുള്ള ഈസോഫാഗസ് ആയിട്ടൊന്നും കണക്ഷൻ ഇല്ലെങ്കിൽ അതിനെ വിളിക്കുന്നത് ഫൈസോക്ലൈസ്റ്റസ് കണ്ടീഷൻ എന്നാണ്. പക്ഷേ ചില കേസിൽ, ചില ബോണി ഫിഷസിൽ ഈ ഒരു സ്വിം ബ്ലാഡറിന് കണക്ഷൻ ഉണ്ടാവും, അതിൻ്റെ ആ ഒരു ഈസോഫാഗസ് ആയിട്ട് കണക്ഷൻ ഉണ്ടാവും, എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന ഫൈസോസ്റ്റോമസ് കണ്ടീഷൻ എന്നാണ്. എന്താ വിളിക്കുന്നത്? ഫൈസോസ്റ്റോമസ് കണ്ടീഷൻ. അപ്പോൾ നിങ്ങളോട് 2 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഫോർമേഷൻ്റെ കാര്യമൊന്നും എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്താണ് ഗ്യാസ് ബ്ലാഡർ എന്ന് എഴുതുക, അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് എഴുതുക. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷിൻ്റെ ബോയൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഫ്ലോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് ഓർഗാനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ആ ഒരു ഫ്ലോട്ടിങ്ങിന് വേണ്ടി സഹായിക്കും. ഓക്കെ, ഇതിൽ ഗ്യാസ് ഫിൽഡ് ആയി കഴിയുമ്പം ഇത് ഇൻഫ്ലേറ്റ് ചെയ്യും, വീർക്കും. അപ്പം ആ ഒരു ബോഡിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്താവും? ഡിക്രീസ് ചെയ്യും. അപ്പം നമുക്ക് ആ ഒരു ബോയൻസിയിൽ ഇങ്ങനെ പോകാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ്? ഇതിൻ്റെ അകത്ത് ഗ്യാസ് ഫിൽഡ് ആവും, ആ സമയത്ത് ഇതിങ്ങനെ വീർക്കും. അങ്ങനെ വീർത്ത് കഴിയുമ്പം ആ ബോഡിയുടെ ഗ്രാവിറ്റി എന്താവും? കുറയും. അങ്ങനെ ബോഡി ഗ്രാവിറ്റി കുറയുമ്പം എന്തായി? ബോയൻസി ഇൻക്രീസ് ചെയ്യും. ബോയൻസി അതിനനുസരിച്ച് കൂടും. അപ്പോൾ അതിന് എന്താ പറയുക, കൂളായിട്ട് സ്വിം ചെയ്യാൻ വേണ്ടി പറ്റും. ഇതേപോലെ തന്നെ ഇത് ഡിഫ്ലേറ്റ് ചെയ്യും. ഡിഫ്ലേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അതിൽ എയർ പോവും. ആ സമയത്ത് സ്പെസിഫിക് ഗ്രാവിറ്റി എന്താവും? ഇൻക്രീസ് ചെയ്യും. ആ സമയത്ത് ബോയൻസി ഡിക്രീസ് ചെയ്യും. ഓക്കെ, ആ സമയത്ത് എന്താ ഉണ്ടാവുക? ഗ്രാവിറ്റി കൂടും. ആ ഒരു ഇതിന്ന് എയർ പോയി കഴിയുമ്പോൾ ആ സമയത്ത് അതിൻ്റെ ബോയൻസി കുറയും. അപ്പം ഈ ഒരു ഈ ഒരു ഗ്യാസിൻ്റെ ലെവല് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഫിഷിന് വേണ്ടപ്പോൾ ഫ്ലോട്ട് ചെയ്യാനും അതേപോലെ തന്നെ സിങ്ക് ചെയ്യണം എന്ന് തോന്നുന്ന സമയത്ത് സിങ്ക് ചെയ്യാൻ വേണ്ടിയും പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു
ഡെപ്ത് അനുസരിച്ച് ആ കടലിൻ്റെ ഇപ്പോൾ കടലിലാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ കടലിൻ്റെ ഡെപ്ത് അനുസരിച്ച് അതിൻ്റെ സ്റ്റേബിൾ ആയിട്ടുള്ള പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആര് സഹായിക്കും? ഈ ഒരു എയർ ബ്ലാഡർ സഹായിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ബോയൻസി ആണ്. അതിൽ ഗ്യാസ് ഫിൽഡ് ആവുന്ന സമയത്ത് ബോഡി ഗ്രാവിറ്റി കുറയും, ആ സമയത്ത് ബോയൻസി ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ ഗ്യാസ് പോകുന്ന സമയത്ത് മീൻസ് അത് എംപ്റ്റി ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിഫ്ലേറ്റഡ് ആവുന്ന സമയത്ത് അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടും, അപ്പോൾ ബോയൻസി ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഗ്യാഷ്യസ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അതിന് ഫ്ലോട്ട് ചെയ്യാനും സിങ്ക് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ അതിന് വേണ്ട ഡെപ്തിൽ ഒരു ഡിസൈഡ് ആയിട്ടുള്ള പൊസിഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പൊസിഷനിൽ അവർക്ക് നിന്ന് പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ സ്വിം ബ്ലാഡർ എന്താണെന്ന് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് പോർട്ടൽ സിസ്റ്റം? ഓക്കെ, പോർട്ടൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീനസ് സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണ് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പോർട്ടൽ സിസ്റ്റം ഇസ് എ പാർട്ട് ഓഫ് വീനസ് സിസ്റ്റം ഫോംഡ് ബൈ പോർട്ടൽ വെയിൻസ് ഉപയോഗിച്ച് ഫോം ചെയ്തിട്ടുള്ള വീനസ് സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണ് ഈ ഒരു പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത്. പോർട്ടൽ വെയിൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തുടങ്ങുക ബ്രാഞ്ച് തന്നെയാണ്, അതേപോലെ തന്നെ എൻഡ് ചെയ്യുക ബ്രാഞ്ചസ് ആയിട്ട് തന്നെയാണ്. ഓക്കെ, ഇങ്ങനെയാണ് തുടങ്ങുക ബ്രാഞ്ചസ് ആയിട്ടാണ്, അതേപോലെ തന്നെ എൻഡ് ചെയ്യും ബ്രാഞ്ചസ് ആയിട്ടാണ്. അപ്പോൾ എന്താണ് ഈ പോർട്ടൽ വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് തുടങ്ങുക എങ്ങനെയാണ് ബ്രാഞ്ചസ് ആയിട്ടും അതേപോലെ തന്നെ എൻഡ് ചെയ്യുക ബ്രാഞ്ചസ് ആയിട്ടുമാണ്. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരിക്കലും ബ്ലഡിനെ ഡയറക്റ്റ് ഹാർട്ടിലേക്കല്ല കൊണ്ടുപോകുന്നത്, പക്ഷേ മറ്റ് ഓർഗൻസ് ഇതിൻ്റെ ഇടയിൽ മറ്റ് ഓർഗൻസിലേക്ക് ബ്ലഡിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോർട്ടൽ സിസ്റ്റം ഉള്ളത്. ഓക്കെ, പോർട്ടൽ വെയിൻസ് ഉപയോഗിച്ചിട്ട് ഉണ്ടായിട്ടുള്ള ഈ ഒരു പോർട്ടൽ സിസ്റ്റം എന്തിനു വേണ്ടിയിട്ടാണ്? ഡയറക്റ്റ് ഹാർട്ടിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ മറ്റ് ഓർഗൻ കിഡ്നി ലിവർ എന്ന് പറയുന്ന പോലെയുള്ള മറ്റ് ഓർഗൻസിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോർട്ടൽ സിസ്റ്റം ഉള്ളത്. അപ്പോൾ പോർട്ടൽ സിസ്റ്റം ഇസ് എ പാർട്ട് ഓഫ് വീനസ് സിസ്റ്റം മെയ്ഡ് ഓഫ് പോർട്ടൽ വെയിൻസ്. Portal veins are certain veins which begin with the branches and also end in branches. They do not carry blood directly to heart but organ like kidney or liver. These veins are called portal veins. അപ്പോൾ ഇങ്ങനത്തെയുള്ള വെയിനെയാണ് നമ്മൾ പോർട്ടൽ വെയിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതൊരു ഞാൻ 2 സ്ഥലത്തു നിന്നായിട്ട് എടുത്ത ആൻസറാണ്, അതുകൊണ്ട് വേണമെങ്കിൽ ഒന്നും കൂടി ഞാൻ വായിക്കാം. Portal system is a part of venous system formed of portal veins. Portal veins are certain veins which begin with branches and also end in branches. They don't carry blood directly to heart but to organs like kidney or liver. Okay, kidney or liver. These veins are called portal veins. അപ്പോൾ ഈ ഒരു പോർട്ടൽ സിസ്റ്റത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പോർട്ടൽ വെയിൻസിനെ പറ്റി എഴുതണം. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അധികം നമുക്ക് 2 പോർട്ടൽ വെയിൻസ് ആണ് കാണാൻ പറ്റാറ്, റീനൽ പോർട്ടൽ വെയിൻസും ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻസും. റീനൽ പോർട്ടൽ വെയിൻസ് എന്ന് പറയുന്നത് അധികം കിഡ്നിയിലേക്ക് ബ്ലഡിനെ കൊണ്ടുപോകുന്നവരെയാണ് നമ്മൾ റീനൽ പോർട്ടൽ വെയിൻസ് എന്ന് പറയാറ്. ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻസ് എന്ന് പറയുന്നത് ലിവറിലേക്ക് ക്യാരി ചെയ്യുന്നവരെയാണ്. ഓക്കെ, അപ്പം അത് എവിടെ നിന്ന് എന്നുള്ളത് ഡിപ്പെൻസ് ഓൺ. പക്ഷേ റീനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കിഡ്നിയിലേക്ക് ക്യാരി ചെയ്യുന്നവരാണ്. ഹെപ്പാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവറിലേക്ക് ക്യാരി ചെയ്യുന്നവരാണ്. ഓക്കെ, നമുക്ക് അധികം അതുതന്നെ കേട്ടോ കാണാൻ പറ്റുന്നത്. പിന്നെ അത് ഓരോരോ ആൾക്കാർക്ക് ഇപ്പം ഫിഷസിൽ വരുമ്പം അത് വേറൊരു സ്ഥലത്തു നിന്നായിരിക്കും റീനലിലേക്ക് ക്യാരി ചെയ്യുന്നത്. അതേ നേരം ഫ്രോഗിലേക്ക് വരുമ്പം ഇപ്പം വേറൊരു ഭാഗത്തു നിന്ന് റീനലിലേക്കായിരിക്കും, മീൻസ് ആ ഒരു കിഡ്നിയിലേക്കായിരിക്കും പോകുന്നുണ്ടാവും. അപ്പം ഇത്രയും പറയുള്ളൂ. പോർട്ടൽ സിസ്റ്റം 2 ടൈപ്പാണ് നമുക്ക് എപ്പോഴും ഉള്ളത്, റീനൽ പോർട്ടൽ സിസ്റ്റം അതേപോലെ തന്നെ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. ഓക്കെ, അപ്പോൾ പോർട്ടൽ സിസ്റ്റം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് ഞാൻ 2 പ്രാവശ്യം വായിച്ചത് എഴുതി വെക്കാൻ വേണ്ടിയിട്ടാട്ടോ. അടുത്തത് ഡിസ്റ്റിങ്ക്യൂഷ് ബിറ്റ്വീൻ പൾമണറി ആൻഡ് സിസ്റ്റമാറ്റിക് സർക്കുലേഷൻ. ഓക്കെ, എന്താണ് പൾമണറി ആൻഡ് സിസ്റ്റമാറ്റിക് സർക്കുലേഷനെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ആദ്യം പൾമണറി സർക്കുലേഷനെ പറ്റി പറയാം. പൾമണറി സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബാക്ക് ആൻഡ് ഫ്രോത്ത് സർക്കുലേഷൻ ഓഫ് ബിറ്റ്വീൻ ദ ഹാർട്ട് ആൻഡ് ലങ്സ്. ഓക്കെ, അപ്പം ദ ബാക്ക് ആൻഡ് ഫോർത്ത് സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ബിറ്റ്വീൻ ദ ഹാർട്ട് ആൻഡ് ലങ്സ് എന്നാണ് ഞാൻ പറഞ്ഞൊരു മിസ്റ്റേക്ക് വരുമ്പോൾ. അപ്പം ഈ ഒരു ബ്ലഡിൻ്റെ സർക്കുലേഷൻ എങ്ങോട്ട് ഹാർട്ടിൻ്റെയും ലങ്സിൻ്റെയും നടുവിൽ നടക്കുന്ന ബ്ലഡ് സർക്കുലേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പൾമണറി സർക്കുലേഷൻ എന്ന് വിളിക്കുക. ഞാൻ ഒന്നും കൂടി വായിക്കാം. ദ ബാക്ക് ആൻഡ് ഫോർത്ത് സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ബിറ്റ്വീൻ ഹാർട്ട് ആൻഡ് ലങ്സ്, അതാണ് എന്ത്? പൾമണറി സർക്കുലേഷൻ എന്ന് പറയുന്നത്.
പിന്നെ അടുത്തത് സിസ്റ്റമാറ്റിക് സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടു ആൻഡ് ഫ്രോ സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ബിറ്റ്വീൻ ഹാർട്ട് ആൻഡ് വേരിയസ് പാർട്സ് അതർ ദാൻ ലങ്സ്. നമ്മൾ പൾമണറി സർക്കുലേഷനിൽ എന്താ പറഞ്ഞത്, ഹാർട്ടും ലങ്സും തമ്മിലുള്ള സർക്കുലേഷൻ, ബാക്ക് ആൻഡ് ഫ്രോത്ത് സർക്കുലേഷനെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സിസ്റ്റമാറ്റിക് സർക്കുലേഷനിലേക്ക് വരുമ്പം ദ ടു ആൻഡ് ഫ്രോ സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ബിറ്റ്വീൻ ഹാർട്ട് ആൻഡ് അതർ വേരിയസ് പാർട്സ്, നമ്മളെ ബോഡിയിൽ തന്നെയുള്ള മറ്റ് വേരിയസ് പാർട്സിലേക്ക് ഹാർട്ടുമായിട്ട് നടക്കുന്ന ബ്ലഡ് സർക്കുലേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സിസ്റ്റമാറ്റിക് സർക്കുലേഷൻ. അവിടെ നമ്മൾ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യണം അതർ ദാൻ ലങ്സ്, ലങ്സ് ഒഴിച്ചിട്ടുള്ള ബാക്കി പാർട്ടിലേക്ക്. ഓക്കെ, അതാണ് സിസ്റ്റമാറ്റിക് സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി വായിക്കാം. പൾമണറി സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബാക്ക് ആൻഡ് ഫ്രോത്ത് സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ബിറ്റ്വീൻ ഹാർട്ട് ആൻഡ് ലങ്സ് ആണ്. സിസ്റ്റമാറ്റിക് സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടു ആൻഡ് ഫ്രോ സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ബിറ്റ്വീൻ ഹാർട്ട് ആൻഡ് വേരിയസ് പാർട്സ് അതർ ദാൻ ലങ്സ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെക്ടറസിനെ പറ്റിയിട്ടാണ്. നെക്ടറസിനെ പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ നെക്ടറസിനെ നമ്മൾ കോമൺലി മഡി പപ്പി എന്നാണ് വിളിക്കുക, വാട്ടർ ഡോഗ് എന്നൊക്കെ വിളിക്കുന്ന എഴുതുക. പിന്നെ അതൊരു ഗിൽ ബ്രീത്തിങ് ആയിട്ടുള്ള നിയോട്ടനസ് യൂറോഡൽ ആണ് എന്ന് എഴുതണം. പിന്നെ അത് എന്താ പറയുക, പെർമനൻ്റ് ആയിട്ടുള്ള നിയോട്ടണിക് ലാർവയാണ്. നമ്മളൊരു എക്സാമ്പിൾ 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് വേണം മെൻഷൻ ചെയ്യാം. ഇവിടുത്തെ പോയിൻ്റ് എന്താണ്, ഇതൊരു നിയോട്ടനസ് ആണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്. അപ്പോൾ അത് മെൻഷൻ ചെയ്ത് എഴുതുക. അതേപോലെ തന്നെ അതിൻ്റെ ഗിൽസ്, ബുഷി റെഡ് ഗിൽസ് ലിറ്റ്സ് കാണാം, ബുഷി റെഡ് എക്സ്റ്റേണൽ ഗിൽസ് കാണാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് മെൻഷൻ ചെയ്യുക. അതിൻ്റെ ബോഡി 30 to 40 സെൻറ്റിമീറ്റർ ആണ്. സെൻറ്റിമീറ്റർ ഒന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. റെഡ് കളേർഡ് ആണ്, ബോഡിയിൽ ബ്ലാക്ക് സ്പോട്ട്സ് ഉണ്ട്, ബോഡി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഹെഡ്, ട്രങ്ക്, ടെയിലായി മാറിയിട്ടുണ്ട്. ബിഹൈൻഡ് ദ ഹെഡായിട്ട് 3 പെയർ ഓഫ് ബുഷി റെഡ് എക്സ്റ്റേണൽ ഗിൽസ് ഉണ്ട്, 2 പെയർ ഓഫ് ഗിൽസ് ലിറ്റ്സ് ഉണ്ട്, അതിനോട് അഡീഷണൽ ആയിട്ട് ലങ്സ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതൊരു ഗിൽ ബ്രീത്തിങ് ആസ് വെൽ ആസ് ലങ് ബ്രീത്തിങ് ആണ് എന്ന് എഴുതാം. പിന്നെ ഇതിൻ്റെ സ്കള്ള് കാർട്ടിലേജിനസ് സ്കള്ളാണ്. ഈ കാർട്ടിലേജിനസ് സ്കള്ള്, എക്സ്റ്റേണൽ ഗിൽസ് ലിറ്റ്സ്, ലാർവൽ സർക്കുലേറ്ററി ലാർവൽ സർക്കുലേറ്ററി സിസ്റ്റമൊക്കെ എന്ത് കാണിക്കുന്നു, ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ള നിയോട്ടണിക് ലാർവയാണ് എന്ന് കാണിക്കുന്നു. ഈ പോയിൻറ്റ്സ് ഒക്കെ വേണം എഴുതാൻ. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു പോർഷൻ കാണാം കേട്ടോ. ഞാൻ ഇതിൻ്റെയൊക്കെ ഞാൻ മെൻഷൻ ചെയ്യുന്നതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഇടാം കേട്ടോ. ആ ഒരു ലിങ്ക് ചെയ്ത് വരുന്ന വീഡിയോസ് ഞാൻ താഴെ ഒരു ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്ലോവാക്ക ഓഫ് കലോട്ടസ്. കലോട്ടസിൻ്റെ ക്ലോവാക്കേനെ പറ്റി മെൻഷൻ ചെയ്യാനാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് ആദ്യം എഴുതുക. അത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു ക്ലോവാക്കയിലേക്കാണ് ഓപ്പൺ ആവുന്നത്, റെക്റ്റം ഓപ്പൺ ആവുന്നത്. അപ്പോൾ അതാണ് അടുത്ത പോയിന്റ്. റെക്റ്റം ഓപ്പൺസ് ടു ക്ലോവാക്ക വിച്ച് ഇൻ ടേൺ ഓപ്പൺ ഔട്ട് ബൈ ക്ലോവാക്കൽ അപ്പറേച്ചർ. അത് എന്നിട്ട് എന്ത് വഴിയാണ് തുറക്കുക, ക്ലോവാക്കൽ അപ്പറേച്ചർ വഴിയാണ് തുറക്കുക. ക്ലോവാക്ക ഹാസ് 3 ചേമ്പേഴ്സ്, 3 ചേമ്പേഴ്സ് ഉണ്ട്. ആൻറ്റീരിയർ കോപ്രോഡിയം, മിഡിൽ യൂറോഡിയം, പോസ്റ്റീരിയർ പ്രോക്ടോഡിയം. അങ്ങനെ 3 ചേമ്പേഴ്സ് ആയിട്ടാണ് പറയുന്നത്. കോപ്രോഡിയത്തിലേക്കാണ് റെക്റ്റം തുറക്കുക, യൂറോഡിയത്തിലേക്ക് യൂറിനോജനൈറ്റൽ ഡക്ട്സും. അത്ര മതി. ഓക്കെ, ആ ഒരു കാര്യങ്ങളാണ് അതിൽ വരുന്നത്. പിന്നെ ക്ലോവാക്കയുടെ വെൻട്രൽ വാളിൽ നിന്നാണ് എന്ത് വരുന്നത്, അലൻടോണിക് ആയിട്ടുള്ള യൂറിനറി ബ്ലാഡർ വരുന്നത്. വേണമെങ്കിൽ ആ ഒരു പോയിൻറ്റും കൂടി മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്ലോവാക്കയെ പറ്റി ചോദിച്ചാൽ പറയാനുള്ളത്. അടുത്തത് ഡിസ്റ്റിങ്ക്യൂഷിങ് ഫീച്ചർ ഓഫ് ഡാബോയ്. ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതിനെ വേർതിരിച്ച് അറിയാൻ പറ്റുന്നൊരു ഫീച്ചേഴ്സ് നമ്മൾ ഏകദേശം ഒരു 9 പോയിൻ്റ് പറയുന്നുണ്ട്. അതിനെ വേർതിരിച്ച് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബോഡിയിൽ എങ്ങനെയാണ്, അതിൻ്റെ ബെല്ലി സ്കെയിൽസ് എങ്ങനെയാണ്, അതിൻ്റെ ഫാഗ് എങ്ങനെയാണ് എന്നൊക്കെ ഒരു 9 പോയിൻ്റ് ഞാൻ ആ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു 9 പോയിൻറ്റിൽ ഒരു 4-5 എണ്ണം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്കിനുള്ള കണ്ടൻറ്റ് ആവും കേട്ടോ. അപ്പോൾ ഇതാണ് 10 ക്വസ്റ്റ്യൻസ്. പിന്നെ നമ്മൾ നേരത്തെ ബാക്കി വെച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ലാംപ്രേസ്.
ലാംപ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പെട്രോമൈസിനെയാണ് നമ്മൾ ലാംപ്രേ എന്ന് വിളിക്കുക. ലാംപ്രേ എന്താണ്? ഒരു ലിവിങ് ഫോസിലാണ്. നിങ്ങൾ ആലോചിക്കണം, ഒരു ലിവിങ് ഫോസിലാണ്. ആ ഒരു പോയിന്റ് മെൻഷൻ ചെയ്യുക. ഇതൊരു ലൈക്ക് ആയിട്ടുള്ള മെറൈൻ ആനിമലാണ്. അതിന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഹെഡ്, ട്രങ്ക്, ടെയിൽ എന്നൊക്കെ ഉണ്ട്. കണ്ടോ, ഇതാണ് ഒരു ഈലിനെ പോലെയാണ് ഉള്ളത്. അതിന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഹെഡ്, ട്രങ്ക്, ടെയിൽ എന്നുള്ള പോർഷൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ലാറ്ററൽ ഫിൻസ് ഓൾ ടുഗദർ ആബ്സെൻ്റ് ആണ്. പിന്നെ മീഡിയൻ ഫിൻസ് ആണ് പ്രസൻറ്റ്. അതെന്താണ്? പുവർലി ഡെവലപ്ഡ് ആണ്. അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റംപി ആയിട്ടുള്ള 2 ഡോർസൽ ഫിന്ന് കാണാം. ഇങ്ങനെ 2 ഡോർസൽ ഫിൻസ് കാണാം. ഒന്ന് ആൻറ്റീരിയർ, ഒന്ന് പോസ്റ്റീരിയർ ഡോർസൽ ഫിൻ. അതേപോലെ തന്നെ പിന്നെ ഒരു കോഡൽ ഫിൻ, ഈ ഒരു പോർഷനിലായിട്ട് ഒരു കോഡൽ ഫിൻ കാണാം. പിന്നെ ഇതിൻ്റെ ഹെഡിൻ്റെ ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ആൻറ്റീരിയർ ഹെഡ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ബേസിൻ പോലത്തെ ഡിപ്രഷൻ കാണാം. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബേസിൻ പോലത്തെ ഡിപ്രഷൻ കാണാം. അതിനെ നമ്മൾ ബക്കൽ ഫണൽ അല്ലെങ്കിൽ ഇങ്ങനൊരു ഡിപ്രഷൻ, ഓക്കെ, അതിനെ നമ്മൾ ബക്കൽ ഫണൽ അല്ലെങ്കിൽ ഓറൽ സക്കർ എന്ന് വിളിക്കുന്നു. അതിൻ്റെ ചുറ്റുമായിട്ട്, അതിൻ്റെ ഔട്ടർ സർഫസിലായിട്ട് ഒരുപാട് സെൻസറി സീറൈ ഉണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഉൾ പോർഷൻ നോക്കുകയാണെങ്കിൽ അവിടെ ഹോണി ടീത്ത് മീൻസ് റേഡിയേറ്റിംഗ് ആയിട്ടുള്ള, ഈ ഒരു പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, റേഡിയേറ്റിംഗ് ആയിട്ടുള്ള ഹോണി ടീത്താണ് അതിൻ്റെ ഉള്ളിൽ മൊത്തം. അതൊരു കാർട്ടിലേജിനസ് പ്ലേറ്റുമിലാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതിന്ന് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു റാസ്പിംഗ് ടങ്ക് ഉണ്ട്. ഓക്കെ, ഞാനിത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ, 2 മാർക്കിന് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ 2 മാർക്കിന് എഴുതുമ്പം ഈ ഒരു ഫിന്നിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതുക. പിന്നെ ഓറൽ സക്കറിൻ്റെ കാര്യം എഴുതുക. ഓറൽ സക്കർ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇതിൻ്റെ ഹെഡ് റീജിയൻ നോക്കിക്കഴിഞ്ഞാൽ, ഹെഡ് റീജിയനിൽ നോക്കിക്കഴിഞ്ഞാൽ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള, ലാർജ് ആയിട്ടുള്ള ലിഡ്ലെസ് ലാറ്ററൽ ഐസ് കാണാം. നമുക്കൊരു ലിഡ്ലെസ് ആയിട്ടുള്ള ഐസ് പ്രസൻറ്റ് ആണ്. അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു എന്തുണ്ട്? ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ ഉണ്ട്. ഓക്കെ, പിന്നെ ഹെഡിൻ്റെ മിഡ് ഡോർസൽ പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു മീഡിയൻ ആയിട്ടുള്ള നോസ്ട്രിൽസ് പ്രസൻ്റ് ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഐസിൻ്റെ കുറച്ച് പിന്നോട്ട് വന്നു കഴിഞ്ഞാൽ 7 പെയർസ് ഓഫ് ഗിൽസ്ലിറ്റ്സ് പ്രസൻ്റ് ആണ്. പിന്നെ ഹെഡിൽ ഒരുപാട് പോസും പിക്സൊക്കെ ഉണ്ട്. അതെന്തിലേക്കാണ് തുറക്കുന്നത്? ബോഡീൻ്റെ ഉള്ളിലുള്ള ലാറ്ററൽ ലൈനിലേക്കാണ് തുറക്കുന്നത്. ഓക്കെ, പിന്നെ മിഡ് വെൻട്രലിൽ ട്രങ്കിൻ്റെയും ടെയിലിൻ്റെയും നടുവിലായിട്ട് നമുക്ക് എന്ത് കാണാം? ആനസ് കാണാം. അവിടെ ക്ലോവാക്കൽ അപ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ആനസ്, ആ ഒരു പോർഷനിലായിട്ട് ആനസ് കാണാം. അതിൻ്റെ തൊട്ട് പിന്നിലായിട്ട് നമുക്ക് എന്തും കാണാം? യൂറിനോ ജെനൈറ്റൽ ഓപ്പണിംഗ് കാണാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഔട്ടർ സ്ട്രക്ചർ മാത്രം എഴുതിയാൽ മതി, 2 മാർക്ക് ക്വസ്റ്റ്യൻ അല്ല. അപ്പം ഇങ്ങനെയാണ് പെട്രോമൈസിൻ അല്ലെങ്കിൽ സീ ലാംപ്രേ എന്ന് പറയുന്നത്. ഈൽ പോലത്തെ ഒരു മെറൈൻ ആനിമലാണ്. അതിൻ്റെ ബോഡി 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫിൻസ് പുവർലി ഡെവലപ്ഡ് ആണ്. അതിൽ തന്നെ സ്റ്റംപി ആയിട്ടുള്ള ഡോർസൽ ഫിന്നും കോഡൽ ഫിന്നും ഉണ്ട്. അതിൻ്റെ ആൻറ്റീരിയർ എൻഡിലായിട്ട് ഒരു ബേസിൻ ലൈക്ക് ഡിപ്രഷൻ ഉണ്ട്. അതിനെ ബക്കൽ ഫണൽ അല്ലെങ്കിൽ ഓറൽ സക്കർ എന്നാണ് വിളിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതുക. പിന്നെ അതിൻ്റെ ബോഡിയിൽ കാണുന്ന, ഹെഡിൽ കാണുന്ന ഐസിനെ പറ്റിയിട്ടും നോസ്ട്രിലിനെ പറ്റിയിട്ടും, പിന്നെ എന്താ പറയുക, 7 പെയർസ് ഓഫ് ഗിൽസ്ലിറ്റ്സ് ഉണ്ടെന്നും, പിന്നെ അതിൻ്റെ ബോഡിയിൽ ഹെഡ് റീജിയനിൽ ഒരുപാട് പോസ് ഉണ്ട്. ആ പോസ് ഇൻറ്റേർണലി എന്തിലേക്കാണ് തുറക്കുന്നത്? ലാറ്ററൽ ലൈനിലേക്കാണ് തുറക്കുന്നതും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്താൽ 2 മാർക്കിനുള്ളതായി. ഓക്കെ, അപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന വീഡിയോ ലിങ്കൊക്കെ ഞാൻ എന്താ പറയുക ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതും കൂടി കണ്ടിട്ട് ഇത് പഠിക്കുക. ഇത് 2 മാർക്കിന് മാത്രമല്ല, ഇതിൽ പല ക്വസ്റ്റ്യനും 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും വരാം. അതുകൊണ്ടാണ് ഫുൾ വീഡിയോ ആയിട്ട് തന്നെ ഇട്ടിരിക്കുന്നത്. അപ്പം അത് ആ ഒരു രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അപ്പം എല്ലാവരും പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. സുവോളജി പരീക്ഷ മാറ്റി വെച്ചു, പക്ഷെ ആരും പ്രിപ്പയർ ചെയ്യേണ്ടക്കണ്ട, എന്ന് വേണമെങ്കിലും ഉണ്ടാവും. ഓക്കെ, നമുക്ക് കെമിസ്ട്രി വീഡിയോസ് ചെയ്യാം. അത് നമുക്ക് വേണ്ടതന്നെ ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നോക്കണം. അപ്പം എല്ലാവരും ഈ ഒരു വീഡിയോ നോക്കുക. അതിൽ ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരോടും ബൈ.